ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കോൺഗ്രസ് കട്ടപ്പന ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ ആരോഗ്യമേഖലയിലെ നിലവിലെ സാഹചര്യം എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് EM അഗസ്തി പറഞ്ഞു. 20 ഏക്കർ ടൗണിൽ നിന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. ചെറിയ തോതിൽ പോലീസും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതിനുശേഷം നടന്ന ധർണാ സമരത്തിൽ കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു. AICC അഡ്വക്കേറ്റ് EM അഗസ്തി ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആരോഗ്യമേഖല രാജ്യത്തിനും ലോകത്തിനും മാതൃകയാണെന്ന് പറയുന്ന സർക്കാർ നിലവിലെ കേരളത്തിൽ ആരോഗ്യമേഖലയുടെ സാഹചര്യവും വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയത് കേരളത്തിലെ ആരോഗ്യമേഖലയെ വിശ്വാസമില്ലാത്തതിനാലാണെന്നും EM അഗസ്തി പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജ് തികഞ്ഞ പരാജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ കെടുകാര്യസ്ഥതയോടെയാണ് മന്ത്രി കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ അവസ്ഥയെപ്പറ്റി ആരെങ്കിലും പറഞ്ഞാൽ അവരെ അധിക്ഷേപിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ സ്വഭാവം. നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് മേധാവി ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ കുറവുകൊണ്ട് ശസ്ത്രക്രിയ നടത്താൻ പറ്റുന്നില്ല എന്ന കാര്യം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ അപഹസിക്കാനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അല്ലാതെ സത്യം അംഗീകരിക്കാൻ വേണ്ടിയാണ്. സത്യം അംഗീകരിക്കുന്ന സ്വഭാവം കേരളത്തിലെ മുഖ്യമന്ത്രിക്കില്ല. അദ്ദേഹം ഡോക്ടർമാരെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം കണ്ടെത്തിയ ന്യായം എങ്ങനെയാണോ പറയേണ്ടതെന്ന്, എങ്ങനെയാണ് പറയുന്നത് അതൊന്ന് കേരളത്തിലെ ജനങ്ങളോട് ഒന്ന് ബോധ്യപ്പെടുത്തണം. ധിക്കാരം മാത്രം സംസാരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി. ആരോഗ്യവകുപ്പിനെ പറ്റി യാതൊരു പരിചയവുമില്ലാത്ത ആരോഗ്യവകുപ്പ് മന്ത്രി. പക്ഷെ അവരൊരു കാര്യത്തിൽ വളരെ മന്ത്രിയാണ്. കോവിഡിന്റെ പേരിൽ ഒരു UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി തോമസ് രാജൻ, DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ, കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് ജോർജ്, ഷാജി വെള്ളംവയ്ക്കൽ, പ്രശാന്ത് രാജു, സിജു ചക്കുമൂട്ടിൽ, മനോജ് മുരളി തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും ധർണയിൽ പങ്കാളികളായി. സിറ്റി വിഷൻ, കട്ടപ്പന.